ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ട് മിക്സഡ് ഫ്രൈഡ് റൈസ് വെച്ചാലോ? നെയ്യോ സോയ സോസോ ഒന്നും ചേർക്കാതെ സൂപ്പറായിട്ട് വെച്ചാലോ? ആദ്യം തന്നെ നമുക്ക് ബിരിയാണി റൈസ് അരമണിക്കൂർ വെള്ളത്തിയിട്ട് വെക്കുക. അതിനുശേഷം അത് ഊറ്റി മാറ്റിയ ശേഷം ഗ്യാസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് വെക്കുക. അതിനുശേഷം കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, ഓയിൽ ഇതൊക്കെ ചേർത്ത് ഉപ്പ് എല്ലാം ചേർത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഊറ്റി മാറ്റിയ റൈസ് അതിലേക്ക് ഇടുക. അതിനുശേഷം ആ റൈസ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് കുക്കറിൽ കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾ എന്നിവ ചേർത്ത് റൈസ് വെന്ത് വരുമ്പോഴത്തേക്കും അതിനെ ഊറ്റി മാറ്റണം കേട്ടോ. അങ്ങനെയുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ച് വെക്കേണ്ടത്. അതിനുശേഷം നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എല്ലാ ആവശ്യത്തിന് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതെല്ലാം വഴറ്റിയെടുക്കാൻ കണക്കുള്ള ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. അതിനുശേഷം അതിൽ ഓയിൽ ഒഴിക്കുക, കടുകൊന്നും ഇടരുത്, ഉള്ളി ഇടുക. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്കും ക്യാരറ്റ്, പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ ഞാൻ കോൺ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം വയ്ക്കുക. അതിനുശേഷം കുരുമുളക്, ടൊമാറ്റോ സോസ്, ഗരം മസാല എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് എടുത്തപ്പോൾ അവൻ കരഞ്ഞതുകൊണ്ട് കൊടുത്തൊരു ചെറിയൊരു വീഡിയോ ആണേ. മിക്സ് ചെയ്ത ശേഷം ഞാനാണെങ്കിൽ ബാക്കി അമ്മയ്ക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ചിക്കൻ ഇടുന്നതും മുട്ട ഇടുന്നതും അങ്ങനെ അത്ര താല്പര്യമുള്ള കാര്യമല്ല. അമ്മ അങ്ങനെ ചിക്കൻ കഴിക്കാറുമില്ല. സോ അമ്മയ്ക്ക് കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഓയിൽ നടുക്കായിട്ട് ഒഴിച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. അത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. നല്ല ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. കുരുമുളകും ഉപ്പും ഇട്ടിട്ട് എന്തോ പതുക്കെ ചെയ്യണോ? അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിയ ചിക്കൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിച്ചി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഈ മിക്സൊക്കെ മാറ്റി വെച്ചിട്ട് റൈസ് ഇടുക. കുറച്ച് ഓയിൽ ഒഴിച്ച് റൈസ് ഇടുക, മിക്സ് ഇടുക, റൈസ് ഇടുക, മിക്സ് ഇടുക. അങ്ങനെ കുറച്ച് നേരം അടച്ച് വെക്കുക. ഞാൻ മല്ലിയില അതിലിടാൻ മറന്നുപോയി. പിന്നെ മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ മല്ലിയില ഇട്ടത്. സോ അതിന് മുമ്പ് ഇട്ടാലും നല്ലതാണ്. ഓക്കെ, അതിനുശേഷം മിക്സ് ചെയ്തതാണിത്. പിന്നെ നേരത്തെ അമ്മയ്ക്ക് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതും കൂടി മിക്സ് ചെയ്ത് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ അല്ല ഇന്നലത്തെ. ഓക്കെ, പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടും, അപ്പോൾ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെ എൻ്റെ കുഞ്ഞു കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. யாரும் பார்த்து நின்னு பேசவில்லை, காத்து நின்னு கொடுத்ததில்லை, நீயும் வந்து பார்த்ததால பனியும் பத்திக்குச்சே. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം കേട്ടോ. എൻ്റെ കുഞ്ഞു കുടുംബത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ஏதோ நானும் வளர கொஞ்சம் காதல் வளர